ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലൂസ് റാൻഡം ടെക്. നിങ്ങൾ പെറ്റ്സിനെ വളർത്തുന്നവരാണോ? അത് പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ എന്തുമാവട്ടെ, അവരെ ഇനി ഈസിയായി ഫീഡ് ചെയ്യാം. അതുപോലെ കിച്ചണിൽ നമുക്ക് പൊളി പൊളിക്കാം ഇത് വെച്ച്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെറ്റീരിയൽ വെച്ച് ഇത് ചെയ്തെടുക്കണമെന്ന് മാത്രം. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ഇതുപോലുള്ള കാർഡ്ബോർഡ്സ്, ബോട്ടിൽസ്, പെൻ തുടങ്ങിയവ വെച്ചാണ് നമ്മൾ നമ്മുടെ ഫുഡ് ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി എടുക്കുക, അത് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ ഫുഡ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് മുന്നിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടി ഇതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഗ്ലൂ ഗൺ വെച്ചാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു പെന്നെടുക്കുക. ഇതുപോലെ 2 ഹോൾസ് അടിച്ച് ആ പെന്ന് അതിനകത്തേക്ക് ഫിക്സ് ചെയ്യുക. ഈ പെന്ന് ഇതിനകത്ത് നിന്ന് നല്ലപോലെ ഫ്രീ ആയിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ഫ്രീ ആയിരിക്കണം. അപ്പോൾ ഇനി ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, അത് ഈ പെന്നിൽ നല്ലപോലെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്. ഓക്കെ, അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് മേലേക്ക് പോകുമ്പോൾ ഇതുപോലെ ക്ലോസ് ആവും, താഴേക്ക് വരുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ ഇനി ഇതുപോലെ റബ്ബർ ബാൻഡ് എടുത്ത് ഈ ബോട്ടിലിൻ്റെ മേലെ ഞാൻ ഒരു സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് താഴെ ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ ഇത് ഫിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ ഇത് ഫ്രെയിം ചെയ്ത് നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പെന്നിൻ്റെ മറ്റേ അറ്റത്ത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് നല്ലപോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇത് വെച്ച് നമുക്കിത് പുഷ് ചെയ്തുകൊണ്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാനൊരു എക്സ്ട്രാ കാർഡ്ബോർഡ് പീസ് കൂടി സ്ലോപ്പിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചാർട്ട് പേപ്പർ വെച്ച് ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിനുക്കി എടുക്കണം. അപ്പോൾ ഏതാണ്ട് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ലുക്കിലല്ലല്ലോ, വർക്കിലാണല്ലോ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഏതായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ നിന്ന് അടിച്ചു മാറ്റിയ കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ട് വാ. പെറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കിച്ചണിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.